യൂട്യൂബിൽ നമ്മുടെ ചാനൽ ഇത് മുന്നോട്ട് വരണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സക്സസ് ആകണമെങ്കിൽ യൂട്യൂബ് നമ്മുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് പുഷ് ചെയ്യണം. അപ്പോൾ എന്തെല്ലാം കാര്യം ശ്രദ്ധിച്ചാലാണ് യൂട്യൂബ് നമ്മുടെ വീഡിയോസ് എല്ലാം പുഷ് ചെയ്യുക? ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരുപാട് പേർ ഇത്തരത്തിൽ ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്ന് വരില്ല. അതിനാൽ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ നിങ്ങൾ www.youtube.com എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ സ്ലാഷ് ഇട്ടതിന് ശേഷം വേരിഫൈ എന്ന് ടൈപ്പ് ചെയ്യുക. ഇത്തരത്തിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഇങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു ചാനൽ വേരിഫൈഡ് ആണ്. നിങ്ങളുടെ ചാനലും ഇതുപോലെ വേരിഫൈഡ് അല്ല എങ്കിൽ തീർച്ചയായും ഈ ഒരു സ്റ്റെപ്പ് നിങ്ങളുടെ ചാനലിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇത് നിങ്ങളുടെ ചാനൽ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം സ്കിപ്പ് ചെയ്യാതെ ഇപ്പോൾ തന്നെ ചെയ്യുക. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയതിനു ശേഷം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചെല്ലാമാണ് പറയുന്നത്. ഇതിനായി ഞാൻ ഇവിടെ സെറ്റിംഗ്സ് എന്നതിൽ പോകുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ചാനൽ എന്ന ഓപ്ഷനിൽ പോകുമ്പോൾ ഇവിടെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കൺട്രി ഓഫ് റെസിഡൻസ് എന്ന ഭാഗത്ത് നമ്മുടെ ഇന്ത്യ എന്ന് തന്നെ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ റിസൈഡ് ചെയ്യുന്ന കൺട്രി അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് എല്ലാം ഉപയോഗിക്കുന്ന ആ ഒരു കൺട്രി എല്ലാമാണ് ഇത്തരത്തിൽ നമ്മൾ ഇവിടെ കറക്റ്റായി എൻ്റർ ചെയ്യേണ്ടത്. ഇനി അടുത്തതായി നമ്മൾ ചെയ്യേണ്ടതായ കാര്യമെന്ന് പറയുന്നത്, ഇവിടെ ഈ കീവേഡ്സ് എന്ന കുറച്ച് ഓപ്ഷൻസ് എല്ലാം വന്നിട്ടുണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ ഇവിടെ കുറച്ച് കീവേഡ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. യൂട്യൂബ് ടിപ്സ്, അതുപോലെ യൂട്യൂബ് ടിപ്സ് മലയാളം, യൂട്യൂബ് മലയാളം, യൂട്യൂബ് ടിപ്സ്, അപ്പോൾ ഗൂഗിൾ ആഡ്സെൻസ്, അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ, യൂട്യൂബ് അപ്ഡേറ്റ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമെല്ലാം കൊടുത്തിരിക്കുന്നത് എൻ്റെ ഈ ഒരു ചാനൽ മോസ്റ്റ്ലി ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകളെല്ലാമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനാൽ തന്നെയാണ് ഈ ഒരു കീവേഡ്സ് എല്ലാം നമ്മൾ കറക്റ്റായി കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ചാനൽ എന്താണോ അതിനനുസരിച്ചുള്ള നല്ല നല്ല കീവേഡെല്ലാം എൻ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ വളരെ കറക്റ്റായ ഒരു കീവേഡ്സ് എല്ലാം കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് കറക്റ്റായ ഓഡിയൻസിലേക്ക് നിങ്ങളുടെ കണ്ടൻ്റ് എല്ലാം എത്താൻ സഹായിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഫീച്ചർ എലിജിബിലിറ്റി എന്ന ഈ ഒരു ഓപ്ഷൻ എല്ലാമാണ്. ഇതെല്ലാം നമ്മുടെ ചാനലിൽ എനേബിൾ ആകുമ്പോഴാണ് നമുക്ക് പലതരത്തിലുള്ള അഡ്വാൻറ്റേജസ് എല്ലാം നമ്മുടെ ചാനലിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഗ്രോത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യമെല്ലാം എനേബിൾ ആയിരിക്കുക എന്നത്. പലരും ഈ ഒരു കാര്യമൊന്നും അവരുടെ ചാനലിൽ ശ്രദ്ധിക്കാറില്ല. പലപ്പോഴും നമ്മൾ മൊബൈലിൽ ഇത്തരത്തിൽ YT സ്റ്റുഡിയോ എല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യമൊന്നും നമുക്ക് അവിടെ കാണാൻ സാധിക്കാറില്ല. അതിനാൽ തന്നെ നമ്മൾ ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഈ ഒരു ഡീറ്റെയിലിനെ കുറിച്ച് പലർക്കും അറിവും ഉണ്ടാകില്ല. അതിനാൽ തന്നെ നിങ്ങൾ ഡെസ്ക്ടോപ്പ് മോഡിൽ പോയതിനു ശേഷം നിങ്ങളുടെ ചാനൽ സെറ്റിങ്സിൽ പോയതിനു ശേഷം ചാനൽ എന്നതിൽ പോയതിനു ശേഷം ഇവിടെ ഈ ഫീച്ചർ എലിജിബിലിറ്റി ഇതെല്ലാം തന്നെ എനേബിൾ ആയിട്ടില്ലേ എന്ന് ഇതെല്ലാം കൺഫേം ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതെല്ലാം എനേബിൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയേണ്ടതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയി വീഡിയോസ് എല്ലാം വേണമെങ്കിൽ ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിനായി നിങ്ങൾക്ക് നിവേദ് ആക്കപ്പറമ്പിൽ ഫീച്ചർ എലിജിബിലിറ്റി, നിവേദ് ആക്കപ്പറമ്പിൽ യൂട്യൂബ് വെരിഫിക്കേഷൻ, നിവേദ് ആക്കപ്പറമ്പിൽ യൂട്യൂബ് US ടാക്സ് ഇൻഫർമേഷൻ, ഇങ്ങനെയെല്ലാം സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള, അതായത് നിങ്ങൾക്ക് യൂട്യൂബിൽ എന്തെങ്കിലും ഡൗട്ടെല്ലാം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു ചാനൽ നെയിമും അതുപോലെ നിങ്ങൾക്ക് യൂട്യൂബിൽ എന്താണ് വേണ്ടത് അത് സെർച്ച് ചെയ്ത് ഇത്തരത്തിൽ അതിനു വേണ്ട വീഡിയോസ് എല്ലാം ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായി നമ്മൾ യൂട്യൂബിൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ് ഇവിടെ അനലറ്റിക്സ് എന്ന ഓപ്ഷൻ. ഇവിടെ അനലറ്റിക്സ് എന്നതിൽ പോയതിനു ശേഷം ഇവിടെ ഈ ഇൻസ്പിറേഷൻ ടാബിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ നമുക്ക് കുറേ വീഡിയോസ് എല്ലാം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കുറേ അധികം ഇൻസ്പിറേഷൻ എല്ലാം നൽകുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കുകയാണെങ്കിൽ അതിൽ നിന്നും കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെല്ലാം വേണ്ടിയാണ് യൂട്യൂബ് ഇത്തരത്തിൽ ഈ ഇൻസ്പിറേഷൻ വീഡിയോസ് എല്ലാം നൽകുന്നത്. ഇതിൽ ഒരുപാട് വീഡിയോസ് എല്ലാം നമുക്കും ഏറെ ഗുണം ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു വീഡിയോസ് എല്ലാം നോക്കുന്നതും അവർ ആ ഒരു വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന തംബ്നെയിൽ, അതുപോലെ ആ ഒരു വീഡിയോസിൽ അല്ലെങ്കിൽ അവരുടെ ചാനലിൽ അവർ ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജീസ്,
ഇതെല്ലാം തന്നെ നിങ്ങൾ ആ ഒരു ചാനലെല്ലാം കണ്ടതിന് ശേഷം അതെല്ലാം ചെക്ക് ചെയ്ത് വയ്ക്കുന്നതും നിങ്ങളുടെ ചാനൽ ഗ്രോത്തിന് ഏറെ ഗുണം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഇൻസ്പിറേഷൻ വീഡിയോസിൽ നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു സജഷൻ വീഡിയോസ് എല്ലാം ചെക്ക് ചെയ്യുക. അതുപോലെ അവരുടെ ചാനലിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് അവർ കൊണ്ടുവരുന്നത്, ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നിങ്ങൾക്കും ഇത് നിങ്ങളുടെ ചാനലിൽ പ്രാവർത്തികമാക്കാനെല്ലാം സാധിക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ചാനലിന് ഏറെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിൽ ഈ ഒരു ഇൻസ്പിറേഷൻ ടാബിൽ നിന്നും എനിക്ക് വന്നിരിക്കുന്ന കുറച്ച് സജഷനിൽ നിന്നും ഞാനിപ്പോൾ ഒരു വീഡിയോ എല്ലാം ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഞാൻ ഈ ഒരു വീഡിയോ എല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് കാണാം ഇത്തരത്തിൽ ഇത് നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കാറ്റഗറിയുമായി മാച്ച് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായി റിസർച്ച് എല്ലാം ചെയ്ത് നിങ്ങളുടേതായ കണ്ടൻ്റ് എല്ലാം സെറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഹൗ ഐ ഷൂട്ട് മൈ യൂട്യൂബ് വീഡിയോസ് വിത്ത് എ ക്യാമറ മലയാളം എന്നെല്ലാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു ടോപ്പിക്ക് ഇത് നമുക്കിവിടെ കോപ്പി ചെയ്യാം. ഇനി നമ്മുടെ കയ്യിലുണ്ടായിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ വിഡൈക്യൂ എന്ന ഈ ഒരു ടൂളെല്ലാമാണ്. വിഡൈക്യൂ എന്ന ടൂൾ ഒട്ടുമിക്ക വലിയ യൂട്യൂബേഴ്സ് എല്ലാം തന്നെ, അല്ലെങ്കിൽ സക്സസ്ഫുൾ യൂട്യൂബേഴ്സ് എല്ലാം തന്നെ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. വളരെ ഈസിയായി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെല്ലാം ഇതിൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ അവിടെ ഇൻസ്പിറേഷൻ ടാബിൽ തന്നിരിക്കുന്ന ആ ഒരു വീഡിയോയുടെ ടൈറ്റിൽ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ജനറേറ്റ് എന്ന് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമുക്ക് ആ ഒരു ടൈറ്റിൽ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സജഷനായി പുതിയ ഒരു ടൈറ്റിലെല്ലാം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഐ ഷൂട്ട് അമേസിംഗ് യൂട്യൂബ് വീഡിയോസ് യൂസിങ് ജസ്റ്റ് മൈ ഫോൺ ക്യാമറ. നേരത്തെ ഇവിടെ തന്നിരുന്നത് ഹൗ ഐ ഷൂട്ട് മൈ യൂട്യൂബ് വീഡിയോസ് വിത്ത് എ ഫോൺ ക്യാമറ എന്നാണ്. എന്നാൽ ഈ ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ റാങ്കിങ് എല്ലാം തന്നെ 90% റാങ്കിങ് എല്ലാം ഉണ്ട്. അതുപോലെ നമുക്ക് ഇത് കോപ്പി ചെയ്യണമെങ്കിലും ഇത്തരത്തിൽ വളരെ ഈസിയായി കോപ്പി ചെയ്ത് നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടേക്ക് ഇത് പേസ്റ്റ് ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഒരു വീഡിയോ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ക്യാമറ യൂസ് ചെയ്ത് എങ്ങനെയാണ് നല്ല രീതിയിൽ ക്ലാരിറ്റിയോട് കൂടി നിങ്ങളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഒരു മൊബൈൽ ഷൂട്ടിങ്ങിന് നമ്മൾ ഇതുപോലെ ഈ ഒരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് കൊടുക്കേണ്ട ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ഏറ്റവും നല്ല രീതിയിലുള്ള കുറേ അധികം ടാഗ്സും ഇത് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വ്ളോഗിംഗ് ടിപ്സ്, മലയാളം കേരള, സ്മാർട്ട് ഫോൺ ഫിലിം മേക്കിംഗ്, യൂട്യൂബ് ടിപ്സ്, മൊബൈൽ ഫോട്ടോഗ്രാഫി. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ സെർച്ച് ചെയ്ത്, അതായത് നമ്മുടെ ടാഗ്സിനു വേണ്ടി നമ്മൾ കീവേഡ്സ് എല്ലാം സെർച്ച് ചെയ്ത് നമ്മുടെ ടൈമൊന്നും വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്നായി നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു വിഡൈക്യൂ ടൂളെല്ലാം ഉണ്ടെങ്കിൽ ഇത് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് കാണാം ഇവിടെ കുറച്ച് തംബ്നെയിലെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഇതിനുള്ള ഇമേജസും ഇവിടെ ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യണമെങ്കിൽ പലപ്പോഴും ഞാൻ ഈ ഒരു തംബ്നെയിൽ ഇതുപോലെ യൂസ് ചെയ്യാറില്ല. ഞാൻ എൻ്റേതായ തംബ്നെയിലെല്ലാമാണ് ക്രിയേറ്റ് ചെയ്യാറ്. കാരണം ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇമേജിൽ സാധാരണ ഞാൻ എൻ്റേതായി ചെയ്യുമ്പോൾ എൻ്റെ തന്നെ ഫേസ് എല്ലാം കൊടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു ടെംപ്ലേറ്റ് എല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനുള്ള ഒരു ഐഡിയ എല്ലാം നിങ്ങൾക്ക് ഇത്തരത്തിൽ കിട്ടുമെന്നതാണ് നിങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ഇങ്ങനെ വരുന്ന തംബ്നെയിൽ ഇത് ചിലപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാകണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തംബ്നെയിൽ എല്ലാം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നാൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ട ഒട്ടുമിക്ക കാര്യങ്ങളും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ വിഡൈക്യൂ തന്നെ തരുന്നുണ്ട്. അതായത് ടൈറ്റിൽ ഇവിടെ നമുക്ക് ലഭിച്ചു, അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ, ടാഗ്സ്, ഇനി നിങ്ങൾക്ക് കാണാം ഹുക്ക് എന്ന് പറഞ്ഞ് ഇവിടെ ഡീറ്റെയിൽ എല്ലാം തന്നിട്ടുണ്ട്. നമ്മുടെ ഹുക്ക് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയുടെ ഒരു മെയിൻ പാർട്ടെല്ലാമാണ്. നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആളുകൾ കുറച്ചു നേരമെങ്കിലും നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ നമ്മൾ ആദ്യമായി യൂസ് ചെയ്യേണ്ട ഒരു കാര്യത്തെയെല്ലാം നമുക്ക് ഇത്തരത്തിൽ ഹുക്ക് എന്നെല്ലാം പറയാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ഹുക്ക് എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ നമ്മുടെ വീഡിയോ ആളുകൾ കാണുന്നതിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളെല്ലാമാണ്. അതുപോലെ ഇതിനെക്കുറിച്ചുള്ള ഔട്ട്ലൈൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും.
ഇനി നിങ്ങൾക്ക് ജനറേറ്റ് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ റിസർച്ച് ചെയ്ത് ആ കാര്യം വേണമെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലെല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാ യൂട്യൂബ് യൂസ് ചെയ്യുന്നവരും തീർച്ചയായും യൂസ് ചെയ്തിരിക്കേണ്ട നല്ലൊരു ടൂളാണ് വിഡൈക്യു എന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് ഫ്രീ ആയി എല്ലാം ഇത് ലഭിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമായി നമ്മൾ ഈ ഒരു ID ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരാഴ്ചത്തേക്ക് ഫ്രീ ആയി യൂസ് ചെയ്യാനെല്ലാം സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.